ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതിയായിട്ടുള്ള പത്മകുമാറിനെ CPM പുറത്താക്കിയാൽ എന്ത് സംഭവിക്കും? അതൊരു സാധാരണ അച്ചടക്ക നടപടി മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കുമോ? കാരണം പത്മകുമാർ ഒരു സാധാരണ പ്രവർത്തകനല്ല എന്നുള്ളത് നിങ്ങൾക്കും എനിക്കും ഒക്കെ അറിയാം. 3 പതിറ്റാണ്ടിലേറെയായിട്ട് പത്തനംതിട്ട CPMന്റെ അധികാര കേന്ദ്രങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു നേതാവാണ്. മുൻ MLA ആണ്, മുൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാണ്. ഇപ്പോൾ പാർട്ടി അദ്ദേഹത്തിനെതിരെ അച്ചടക്ക നടപടി എടുക്കാനായിട്ട് ഒരുങ്ങുകയാണ്. പക്ഷേ രാഷ്ട്രീയ കേരളം ആ സമയത്ത് വളരെ കൃത്യമായിട്ടുള്ള ഒരു ചോദ്യം തിരിച്ചു ചോദിക്കുന്നുണ്ട്. ഈ പത്മകുമാർ വാ തുറന്നിട്ടുണ്ടെങ്കിൽ ആരൊക്കെ കുടുങ്ങും? അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇതിൽ പല ദുരൂഹതകളും ഒക്കെ നമുക്ക് തോന്നാം. തികച്ചും സ്വാഭാവികം മാത്രമാണ്. ഒന്ന്, പത്മകുമാർ മാത്രം എങ്ങനെ പ്രതിയായി എന്നുള്ള ഒരു ചോദ്യം ഉന്നയിക്കുന്നവരുമുണ്ട്. ആ ചോദ്യത്തിലും കഴമ്പുണ്ട്. ശബരിമല സ്വർണപ്പണികൾ ഒരു വ്യക്തിയുടെ തീരുമാനത്തിലാണോ നടന്നിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ് മറു ചോദ്യമായിട്ട് വരുന്നത്. അപ്പോൾ അതിന് ഉത്തരം എന്ന് പറയുന്നത് അല്ല എന്ന് തന്നെയാണ്. ഫയലുകൾ ഉണ്ടായിരുന്നു, ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു, ബോർഡ് യോഗങ്ങൾ ഉണ്ടായിരുന്നു, അംഗീകാരങ്ങൾ വേണ്ടതുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ കാര്യങ്ങളും ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം ഉണ്ടായിരുന്നു. അപ്പോ ഇന്ന് രാഷ്ട്രീയവും നിയമപരവുമായിട്ട് ഉള്ള ഉത്തരവാദിത്തത്തിന്റെ ഒരു വലിയ ഭാരം പത്മകുമാറിന്റെ മാത്രം തലയിലേക്ക് എന്തുകൊണ്ടാണ് എത്തിയിരിക്കുന്നത് എന്നതാണ് അടുത്ത പ്രധാനപ്പെട്ട ഒരു ചോദ്യം. പത്മകുമാർ തുടക്കം മുതൽ പറയുന്ന ഒരു കാര്യം നമുക്കറിയാം. ഞാൻ ഒറ്റയ്ക്ക് തീരുമാനമൊന്നും എടുത്തിട്ടില്ല. അത് പറയുന്നത് വാസ്തവമല്ലേ എന്ന് നമുക്കൊരു സംശയവും തോന്നും. കാരണം പത്മകുമാറിന് എങ്ങനെയാണ് അവിടെ ഒറ്റയ്ക്കായിട്ട് ഒരു തീരുമാനം എടുക്കാനും ആ തീരുമാനം മുഴുവൻ നടപ്പിലാക്കാനും കഴിയുന്നത്? അപ്പൊ ഈ വാദം സത്യമാണ് എന്നുണ്ടെങ്കിൽ അന്വേഷണം ഇനി എവിടേക്ക് പോകണം എന്നുള്ളത് കൂടിയുണ്ട്. അവിടെയാണ് ദുരൂഹത അടുത്തത് വരുന്നത്. CPM ഇത്രയും കാലം കാത്തിരുന്നത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഇതിനു മുമ്പ് നടപടി എടുക്കാമായിരുന്നില്ലേ എന്നുള്ള ചോദ്യം വരില്ലേ? സ്വാഭാവികമായിട്ടും അറസ്റ്റ് നടന്നു, ജയിൽവാസം ഉണ്ടായി, കേസാണെങ്കിൽ ദേശീയ ശ്രദ്ധ തന്നെ നേടി. പക്ഷേ പാർട്ടി ഉടൻ നടപടിയൊന്നും എടുത്തതുമില്ല. സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള MV ഗോവിന്ദൻ പോലും പല ഘട്ടങ്ങളിലും വളരെ സൂക്ഷ്മമായിട്ട് മാത്രമാണ് പ്രയോഗങ്ങൾ നടത്തിയതും വളരെ സൂക്ഷിച്ചാണ് വാക്കുകൾ ഈ കാര്യത്തിൽ ഉപയോഗിച്ചത് പോലും. കുറ്റപത്രം സമർപ്പിക്കാതെ ഒരാൾ എങ്ങനെ പ്രതിയാകും? അതൊരു ചോദ്യമല്ലേ? അതാണ് എല്ലാവരും ചോദിക്കുന്നത്. അപ്പോ ഈ ചോദ്യം ഉയർത്തിയ പാർട്ടി ഇപ്പോൾ അച്ചടക്ക നടപടിയിലേക്ക് പോകുന്നത് എന്തുകൊണ്ടാണ്? ഈ ചോദ്യം പാർട്ടി ഉയർത്തിയതാണ്. എന്നിട്ട് പാർട്ടി ഇപ്പോൾ അച്ചടക്ക നടപടിയിലേക്ക് പോവുകയാണ്. പാർട്ടിക്ക് എന്തെങ്കിലും പുതിയ വിവരങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് കിട്ടിയിട്ടുണ്ടോ? അല്ലെങ്കിൽ രാഷ്ട്രീയ നഷ്ടം കൂടിയത് കൊണ്ടാണോ? ഇനി മറ്റൊരു ചോദ്യമുണ്ട്. അതാണ് അടുത്ത ദുരൂഹതം നമ്പർ 3 എന്ന് പറയുന്നത്. അതെന്താണ്? തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ മാത്രം ഒരു നടപടി, അതെവിടത്തെ ന്യായമാണ് എന്നുള്ള ഒരു ചോദ്യം സ്വാഭാവികമാണ്. അപ്പോൾ തിരഞ്ഞെടുപ്പിന് മുമ്പ് പത്മകുമാറിനെ ചുമതലകളിൽ നിന്നൊക്കെ മാറ്റി. ഒരു മേനി പറച്ചിലിന് വേണ്ടിയിട്ടാണോ എന്നുള്ള കാര്യമൊക്കെ അപ്പോഴേ ആരോപണങ്ങളൊക്കെ അന്നേരമേ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്തും ചുമതലകളിൽ നിന്ന് മാറ്റിയെങ്കിലും പുറത്താക്കിയിട്ടുണ്ടായിരുന്നില്ല. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ ഇതിന്റെ ചടുലത വല്ലാതെ അങ്ങ് കൂടി എന്നുള്ളതാ. ഇത് വെറുതെ നമുക്ക് തോന്നിയതാണോ? നമ്മൾ പറയില്ല വെറും യാദൃശ്ചികം മാത്രമെന്ന്. അങ്ങനെ തോന്നിയതാണോ? അതും അറിയില്ല. അല്ലെങ്കിൽ ഇനി അതൊന്നും അല്ലാതെ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന്റെ മറ്റൊരു കണക്കുകൂട്ടലാണോ? പ്രതിപക്ഷം പറയുന്ന ഒരു കാര്യം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. കേസ് പാർട്ടിക്ക് ബാധ്യതയായിട്ട് മാറിയപ്പോൾ മാത്രമാണ് CPM കടുത്ത നിലപാടിലേക്ക് പോയത് എന്നുള്ളതായിരുന്നു. അത് ശരിവെക്കുന്ന തരത്തിൽ തന്നെയാണ് എല്ലാ കാര്യങ്ങളും നടന്നിട്ടുള്ളത്. അപ്പോൾ ഈ ആരോപണം CPMനെ കളയാനായിട്ട് കഴിയുമോ എന്നുള്ളതാണ്. ഇനി മറ്റൊരു ദുരൂഹതയുണ്ട്. പത്മകുമാർ പുറത്തു പോയിട്ടുണ്ടെങ്കിൽ, അതായത് ഇതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ നടക്കുകയാണ്. അദ്ദേഹം ബുക്ക് എഴുതുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അംഗത്വവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അദ്ദേഹത്തെ പുറത്താക്കാനുള്ള തീരുമാനമെടുക്കുന്നത്. അങ്ങനെ അദ്ദേഹം പുറത്തു പോവുകയാണെങ്കിൽ
അദ്ദേഹം എന്തായിരിക്കും പറയുക? സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് വരും എന്നുള്ളത് തന്നെയാണ്. അല്ലാതെ അദ്ദേഹം മാളത്തിൽ പോയി ഒളിച്ചിരിക്കുമെന്നൊന്നും തോന്നുന്നില്ല. കാരണം റിപ്പോർട്ടുകൾ പ്രകാരം പാർട്ടിയുമായിട്ട് പത്മകുമാർ ഏറെക്കാലമായിട്ട് അകൽച്ചയിലായിരുന്നു. എങ്കിലും കഴിഞ്ഞ ആഴ്ച അംഗത്വം പുതുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് പുതുക്കിയതിന് ശേഷം പുറത്താക്കൽ നടപടി വരികയാണ് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അങ്ങനെയെങ്കിൽ രാഷ്ട്രീയ നിരീക്ഷകരുടെയൊക്കെ ഒരു ആ, ആ, അവരുടെ ഒരു വിലയിരുത്തൽ എന്ന് പറയുന്നത് അദ്ദേഹം മിണ്ടാതിരിക്കുമോ എന്നുള്ളത് തന്നെയാണ് CPM-നെ ഇപ്പോൾ കുഴക്കുന്ന ഒരു കാര്യം എന്നുള്ളത്, യഥാർത്ഥ ഒരു ആശങ്ക. കാരണം ദേവസ്വം ബോർഡിൽ ഉണ്ടായിട്ടുള്ള തീരുമാനങ്ങള്, പാർട്ടിയുടെ ഇടപെടലുകൾ, ഭരണപരമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ എന്നിവയെ കുറിച്ചൊക്കെ അറിയാവുന്ന ആളുകളിൽ ഒരാളാണ് പത്മകുമാർ എന്ന് പറയുന്ന നേതാവ്. അദ്ദേഹം സംസാരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ കേരള രാഷ്ട്രീയത്തിലെ ഒരു പുതിയ വിവാദത്തിന് തുടക്കമാകും എന്നുള്ളത് ഉറപ്പാണ്. ഇനി മറ്റൊരു ദുരൂഹത, യഥാർത്ഥത്തിൽ ഈ സ്വർണം എവിടേക്കാണ് പോയത്? കേസിലെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ചോദ്യങ്ങളിൽ ഒന്ന് തന്നെയാണ്. അത് ഇപ്പോഴും പ്രസക്തമായിട്ട് നിൽക്കുകയാണ്. അത് എവിടേക്ക് പോയി എന്നുള്ളത് അറിയില്ല. നമ്മൾ പറയില്ലേ, ആവിയായി പോയോ എന്നുള്ള ഒരു അവസ്ഥയിലേക്കാണ് ഈ കാര്യങ്ങളുടെ ഒരു പോക്ക്. ഇനി സ്വർണം നഷ്ടമായിട്ടുണ്ടോ? നഷ്ടമായെങ്കിൽ എത്രയാണ് നഷ്ടമായത്? ആരാണ് അതിന്റെ ഉത്തരവാദി? ഈ ചോദ്യങ്ങൾക്കെല്ലാം വ്യക്തമായ ഒരു ഉത്തരം കേരളത്തിലെ വിശ്വാസി സമൂഹത്തിന് CPM നൽകി തന്നെ ആകണം. അപ്പോ കാരണം ഈ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും മാത്രം കേട്ട് ജനത ഇത് മറന്നു എന്ന് CPM വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു തെറ്റാണ്. കാരണം വലിയൊരു വിഭാഗം CPM-ന്റെ വലിയ മേജർ വോട്ട് വിഭാഗം എന്ന് പറയുന്നത് വിശ്വാസികളാണ്, ഹിന്ദുക്കളാണ്. അപ്പോ അവരുടെ ദൈവമായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ വിശ്വാസമായിട്ടുള്ള ശബരിമല അയ്യപ്പന്റെ സ്വർണം പോയി. അതിന് എവിടേക്ക് പോയി എന്ന് പറയുമ്പോൾ നിങ്ങൾ വെറുതെ ഒന്ന് കണ്ണടച്ചോ അപ്പൊ ഉത്തരം കിട്ടുമെന്ന് പറഞ്ഞാൽ അത് ജനം അല്ലെങ്കിൽ വിശ്വാസികൾ പൊറുക്കില്ല എന്നുള്ളതാണ്. അപ്പൊ ഭക്തരുടെ സ്വത്തായിട്ടുള്ള സ്വർണത്തിന്റെ കാര്യത്തില് സത്യം പുറത്തു വരേണ്ടത് നിർണായകമാണ്. കാരണം അത് വിശ്വാസികളെ സംബന്ധിച്ച് മാത്രമല്ല, അത് എല്ലാവരെയും. കാരണം ഒരു സമൂഹമാണ്, ആ സമൂഹത്തിൽ വിശ്വാസികളുണ്ട്, അല്ലാത്തവരുണ്ട്. പക്ഷെ ഇത്തരത്തിലൊരു ഡേറ്റിയുടെ സ്വത്ത് പോകുന്നു എന്ന് പറയുമ്പോൾ സർക്കാരിന് അല്ലെങ്കിൽ അവർ വിശ്വസിക്കുന്ന പ്രത്യയശാസ്ത്രവുമായി ബന്ധപ്പെട്ട പാർട്ടിക്ക് അതിൽ പങ്കുണ്ട് എന്ന് വരുമ്പോൾ അതിൽ അവരുടെ സത്യാവസ്ഥ പുറത്തു വരണ്ടേ? അവർക്ക് അതിൽ പങ്കില്ല എന്ന് വരുത്തി തീർക്കണ്ടേ? അല്ലെങ്കിൽ അത് തെളിയിക്കപ്പെടേണ്ടതല്ലേ? ആ ചോദ്യം എപ്പോഴും അവശേഷിക്കുന്നതാണ്. ഇനി CPM പത്മകുമാർ വെളിപ്പെടുത്തുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ CPM എന്ത് കാര്യത്തിലാണ്, എന്ത് വെളിപ്പെടുത്തും എന്ന് പറഞ്ഞതിലാണ് CPM-ന് ഇത്ര ഭയം വന്നു ചേർന്നിട്ടുള്ളത്? ഒരു വ്യക്തിയുടെ പേരല്ല CPM ഭയപ്പെടുന്നത്, മറിച്ച് ഒരു കഥയാണോ? അതായത് പത്മകുമാർ പറയാൻ തുടങ്ങിയാൽ ഒരു മികച്ച സിനിമയ്ക്കുള്ള ഒരു സ്ക്രിപ്റ്റ് അതിനകത്ത് ഉണ്ടാകുമോ? ആ സ്ക്രിപ്റ്റിൽ വലിയ വലിയ നേതൃത്വങ്ങളിൽ ഇരിക്കുന്നവരുണ്ടാകുമോ? അതോ നമ്മൾ വിചാരിക്കുന്നതിനും അപ്പുറമുള്ള ആളുകൾ അതിലേക്ക് വന്നിട്ടുണ്ടാവുമോ എന്നൊക്കെയാണ്. ഇനി ഇതിൽ ആർക്കൊക്കെ ആയിരുന്നു അറിവ്? ആരൊക്കെയാണ് ഈ ഫയലുകളിൽ ഒപ്പിട്ടിട്ടുള്ളത്? ആരൊക്കെയാണ് പിന്നീട് കൈ കഴുകിയിട്ടുള്ളത്? അതൊരു പ്രധാനമായിട്ടുള്ള കാര്യമാണ്. കാരണം അങ്ങനെ പലരും കൈ കഴുകിയത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ പത്മകുമാർ മാത്രം ഇപ്പോൾ സൂചിമുനയിൽ അല്ലെങ്കിൽ കുന്തമുനയിൽ നിൽക്കേണ്ടി വരുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്ന ഒരു വിവരങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കേസിനേക്കാൾ വലിയൊരു രാഷ്ട്രീയ പ്രത്യാഘാതം ഉണ്ടാകാനുള്ള സാധ്യത കേരളത്തിൽ കൂടുതലാണ്. ഇന്ന് CPM പത്മകുമാറിനെതിരെ നടപടിയെടുക്കാൻ ഒരുങ്ങുകയാണ്. പക്ഷേ അതോടുകൂടി ഈ അധ്യായം അവസാനിക്കുന്നില്ല എന്ന് തന്നെയാണ് കരുതേണ്ടത്. മറിച്ചൊരു പുതിയ അധ്യായം തുടങ്ങാൻ പോകുകയുമാണ്. കാരണം കേരളം ഇപ്പോൾ കാത്തിരിക്കുന്നത് ഒരു അച്ചടക്ക നടപടിയെയല്ല, ഒരു ചോദ്യത്തിനുള്ള ഉത്തരമാണ്. അത് പത്മകുമാർ മിണ്ടാതിരിക്കുമോ അതോ സംസാരിക്കുമെങ്കിൽ അത് ഒരു നേതാവിന്റെ ആത്മരക്ഷ മാത്രമാകില്ല, കേരള രാഷ്ട്രീയത്തെ വീണ്ടും ചൂടുപിടിപ്പിക്കുന്ന വലിയ വെളിപ്പെടുത്തലുകളുടെ തന്നെ ഒരു തുടക്കമാകാനുള്ള സാധ്യതയുണ്ട്. അതാണ് ഇപ്പോൾ CPM-നുള്ളിലും പുറത്തുമൊക്കെ ഉയരുന്ന ഏറ്റവും വലിയ ചർച്ച.